ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് വെറും 3 ചേരുവകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. ഇത് ഒരിക്കൽ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു സ്നാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് തേങ്ങൻ്റെ അളവിനാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് 4 കപ്പ് തേങ്ങ വെച്ചിട്ടും ചെയ്യാം 4 കപ്പ് തേങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഈ തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലോണം അരച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് 2-3 തവണ കറക്കി ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി നിങ്ങൾ 4 കപ്പ് തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കപ്പ് വീതം ക്രഷ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി ഒന്നിച്ച് ക്രഷ് ചെയ്യുമ്പോൾ അത് അരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അടുപ്പിലല്ല വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 4 കപ്പ് തേങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവും കൂട്ടിയെടുക്കേണ്ടതാണ് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് പാലിൽ നല്ലോണം പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ പാൽപ്പൊടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലൊന്ന് വെച്ച് കൊടുക്കാം ഇത് പാൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് അത് 1/4 കപ്പ് ആവണവരെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള പാലെല്ലാം കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ സൈഡിൽ നിന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവർ തന്നെ മാറും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ പാല് ഈ ഒരു രീതിക്കായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്ത് വരുമ്പോൾ ഇത് ഒന്നും കൂടി തിക്കായി കിട്ടും ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിൽ തേങ്ങ ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. അത് ആ ഒരു വൈറ്റ് കളറിൽ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. പൊടിച്ച ശർക്കരയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ല സാധാ പൊടിക്കാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ശർക്കര ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ കടന്നിട്ട് ശർക്കര മെൽറ്റ് ആയിക്കോളൂ പിന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്ന ശർക്കര നല്ല ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കണം. ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ തന്നെ ശർക്കര നല്ലോണം മെൽറ്റായി വരും അപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഇവിടെ നല്ലോണം മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒന്നും കൂടി തിക്കായി വരും ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ പാലിൻ്റെ മിക്സ് ഒന്ന് നല്ലോണം വറ്റി വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 2-3 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ ഈ പാലിൻ്റെ മിക്സും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു ബർഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതെന്തായാലും ചേർക്കണം, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറെല്ലാം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏലക്കായിൻ്റെ ഫ്ലേവർ നല്ലോണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 to 1.5 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഫിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം
ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് റൗണ്ട് ബോൾസ് പോലെ ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം തണുത്ത ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്കിത് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങയും ശർക്കരയും ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, thank you. Bye bye.